കർണാടക ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചു. പരിശോധന അസ്ഥി കണ്ടെടുത്ത സ്ഥലം കേന്ദ്രീകരിച്ച്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ സംഘം ഷിരൂരിലേക്ക്. പുഴയിലിറങ്ങി തിരയാൻ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയും എത്തിയേക്കും. കണ്ടെത്തിയ അസ്ഥി മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയക്കും. ADGP അജിത് കുമാറിനെതിരായി വിജിലൻസ് അന്വേഷണം നീളും. അന്വേഷണത്തിന് 6 മാസം സമയം നൽകി സർക്കാർ. 6 മാസത്തെ സമയം കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണത്തിന്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. NCP മന്ത്രിമാറ്റ വിഷയത്തിൽ ശരത് പവാറിന് കത്തയച്ച് ശശീന്ദ്രൻ വിഭാഗം. മന്ത്രിമാറ്റ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യം. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്കെതിരെ കത്തിൽ വിമർശനം. മന്ത്രിമാറ്റം സംബന്ധിച്ച അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിക്കുന്നു. കത്തയച്ചത് തൃശൂരിൽ ചേർന്ന യോഗത്തിന് ശേഷം. ലൈംഗികാതിക്രമ കേസിൽ ജയസൂര്യയുടെ മുൻകൂർ ജാമ്യം ഇന്ന് ഹൈക്കോടതിയിൽ. കേസ് കെട്ടിച്ചമച്ചതാണെന്നും പരാതിയിൽ പറയുന്ന തീയതികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും നടൻ. മുൻകൂർ ജാമ്യം തേടുന്നത് സെക്രട്ടേറിയറ്റിലെ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. മരിച്ചത് കാസർഗോഡ് ചടഞ്ചാൽ സ്വദേശി മണികണ്ഠൻ. യുവാവ് പനി ബാധിച്ച് മുംബൈയിൽ നിന്ന് എത്തിയത് 2 ആഴ്ച മുൻപ്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമം തുടങ്ങി ആരോഗ്യവകുപ്പ്.